റംസാൻ വ്രതാരംഭം നാളെയാണ്. കോഴിക്കോട് കാപ്പാടും സമീറ, മാസം കണ്ടു. നാളെ റംസാൻ മാസം തുടങ്ങുകയാണ്. അൽഹംദുലില്ലാ. ഹായ്, നാളെ മുതൽ നോമ്പാണല്ലേ? ഇനി നല്ല രസമായിരിക്കും. ഹേയ് ഹേയ്, ഇത്തവണ ഞാൻ 30 നോമ്പും നൽകും. ഞാനും നൽകും. മോളെ, നീ കുഞ്ഞല്ലേ, നോമ്പ് പിടിക്കാനൊന്നും ആയില്ലല്ലോ. അല്ല, ഞാൻ വലിയ കുട്ടിയായി. എനിക്കിപ്പോൾ നല്ല പവറുണ്ട്. വല്യമ്മക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുത്തപ്പോൾ വല്യമ്മ എന്നോട് പറഞ്ഞല്ലോ, നീ വലിയ കുട്ടിയായി എന്ന്. ശരിയാ, നല്ല പവറുണ്ട്. ഐഷമോളും നോമ്പ് പിടിച്ചോട്ടോ. എടാ കിച്ചു, ഇന്നെന്താ എല്ലാവർക്കും വലിയ സന്തോഷം? അത് റമദാൻ വരുന്നോണ്ടാടാ. റമലാനോ എന്ന് വെച്ചാൽ എന്താ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാ. എന്നാൽ നമുക്ക് കൈഫിനോട് ചോദിക്കാം. ചിലപ്പോൾ അവൻ അറിയുമായിരിക്കും. എങ്ങനെയാണ് കൈഫിന് ഇത്രയധികം അറിവ് കിട്ടുന്നത്? എല്ലായിടത്തും അലഞ്ഞു നടക്കുന്നതല്ലേ, ഒരുപാട് പേരെ കാണുന്നതല്ലേ, അതുകൊണ്ടായിരിക്കും. എന്നു മാത്രമല്ല, അറിയാത്ത കാര്യങ്ങൾ എത്ര കഷ്ടപ്പെട്ടും അവൻ അന്വേഷിച്ചു പഠിക്കും. കിച്ചു, അവിടെ ചുരുണ്ടു കിടക്കുന്നത് കൈഫല്ലേ? ആ, ആണെന്ന് തോന്നുന്നു. കിച്ചുവും വരയനും കൂടി ഈ രാത്രി നേരത്ത് ഇതെങ്ങോട്ടാ? കൈഫേ, ഞങ്ങൾ നിന്നെ അന്വേഷിച്ചു വന്നതാ. ആണോ? എന്തു പറ്റി? ഒരു സംശയം ചോദിക്കാനായിരുന്നു. ഈ റമദാൻ എന്ന് വെച്ചാൽ എന്താ? അതാണോ? റമലാൻ എന്നത് ഒരു മാസത്തിന്റെ പേരാണ്. റമലാൻ മാസം നാളെ തുടങ്ങുവാണെന്ന് വീട്ടിൽ നിന്ന് അക്ബർ അബി പറയുന്നത് കേട്ടല്ലോ. എന്താണ് ഈ റമദാൻ മാസത്തിന്റെ പ്രത്യേകത? എന്താണ് റമദാൻ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഇത്ര സന്തോഷം? വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമലാൻ. ഖുർആനോ? ഖുർആൻ എന്നാൽ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അടങ്ങിയ ഗ്രന്ഥമാണ്. അൻവറും അക്ബർ അബിയും സമീറ ഉമ്മയും ഒക്കെ എന്നും രാവിലെ ഓതുന്നത് ഖുർആനാണോ? അതെ, എന്ത് ഭംഗിയാണല്ലേ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ. ഞാൻ എന്നും രാവിലെ അങ്ങോട്ടേക്ക് വരുന്നത് അത് കേൾക്കാനാണെന്നേ. സമീറ ഉമ്മി ഖുർആൻ ഓതുന്നത് കേൾക്കാൻ എന്ത് രസമാണ്. كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون